ഹലോ നമസ്കാരം, എല്ലാവർക്കും EPS സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടൊക്കെ ഇരിക്കണു. അപ്പൊ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ കിച്ചൺ ഡീപ് ക്ലീനിങ്ങിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം എന്റെ ഒരു കിച്ചന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. കിച്ചൺ ടൂർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ കുറെ പേരെ പറയുന്നു കിച്ചൺ ഒന്ന് കാണിക്കൂന്ന്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയട്ടെ, ഇത് ഇപ്പൊ ഒരു 3-4 മാസമായിട്ടുള്ളൂ ഞങ്ങൾ ഈ വീട്ടിലോട്ട് താമസം മാറിയിട്ട്. അപ്പൊ ഇതെന്റെ പുതിയ കിച്ചണാണ്. നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടുവച്ച വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ വീട്ടിൽ ഇരുന്ന സമയത്ത് എടുത്തതാണ് കേട്ടോ. ഏകദേശം ഒരു 100-200 വീഡിയോളം നമ്മൾ പഴയ വീട്ടിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഇത് പുതിയ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഇതിലെ കുക്കിംഗ് വീഡിയോസ് ഞാൻ അധികം അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ കിച്ചൺ അത്ര ഫെമിലിയർ ആയിരിക്കില്ല. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചന്റെ ഡോറ്. ഇവിടെ 2 സ്റ്റിക്കറൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ വെച്ചതല്ല, ഇതിനു മുമ്പ് ഉണ്ടായ ആൾക്കാർ ആരോ വെച്ചതാണ്. എന്തോ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ടുള്ളത്. കിച്ചന്റെ ഡോർ എപ്പോഴും ക്ലോസ് ആയിരിക്കും. മോനുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും താക്കോലിട്ടിട്ട് ക്ലോസ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെ തുറന്ന് നമുക്ക് കിച്ചണിലോട്ട് കയറാം. നമ്മുടെ കിച്ചന്റെ വിഷ്വൽസ് ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. അപ്പൊ വെൽക്കം ടു EPS കിച്ചൺ. അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കിച്ചണിലോട്ട് കയറി വരുമ്പോ തന്നെ ഫസ്റ്റ് തന്നെ കാണുന്ന ഒരു കബോർഡാണ് ഇത്. അതിന്റെ താഴെയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, നമ്മുടെ ക്യാമറയുടെ ട്രൈപോഡ്. പിന്നെ ഇത് നമുക്ക് അമിതാഭ് ബച്ചന്റെ പൊക്കം ഇതുണ്ട്. ഇടയ്ക്ക് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇതെടുത്ത് നിലത്തിട്ടിട്ട് ഇതിന്റെ പൊക്കത്ത് കയറിയാലേ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എന്റെ സ്റ്റൂള്. പിന്നെ ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് കവർ, അതേപോലെ തന്നെ കുറച്ച് കുപ്പികൾ. ഇതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സ്റ്റോറേജ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന കുപ്പികൾ, വേസ്റ്റ് കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കവർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു ബാസ്കറ്റിലാക്കിയിട്ടുണ്ട്. ഇത് ഒരു സ്റ്റൂൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്റ്റൂളിന്റെ ഒക്കത്ത് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇതാണ് കയറി വരുമ്പോഴത്തേനുള്ള കബോർഡ്. ഈ കബോർഡിന്റെ ഉള്ളിൽ തുറക്കുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ട ടൈപ്പ് പാത്രങ്ങള്, അതേപോലെ തന്നെ മോന്റെ കുപ്പികള്, പിന്നെ ചില ബേക്കിംഗ് സാധനങ്ങള്, ഗ്ലാസ്, അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് വെച്ചേക്കുന്നത് കേട്ടോ. മെയിൻ ആയിട്ട് നമ്മള് നിത്യം ഉപയോഗിക്കാത്ത ആ വീഡിയോക്ക് വേണ്ടിയിട്ടും ഗസ്റ്റ് വരുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങള്, അങ്ങനത്തെയൊക്കെ കിച്ചണിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പില് ഞങ്ങളിവിടെ മിക്സി, അതേപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്ന ജ്യൂസർ, മിക്സിയുടെ ജാറ്, പിന്നെ നമ്മുടെ ചോപ്പ് സ്റ്റിക്ക് ഇട്ടൊക്കെ അങ്ങനെയൊക്കെ 2-3 സാധനങ്ങൾ, പപ്പടം കുത്തിയൊക്കെ ഇട്ടിട്ട് ഒരു ഗ്ലാസ് ചുമ്മാ വെച്ചിട്ടുണ്ട്. 2 വെള്ളം കുടിക്കുന്ന കുപ്പി. ഇത് മണ്ണിന്റെ കുപ്പിയാണ് കേട്ടോ. നമ്മൾ ഈ കൂജക്കൊക്കെ പകരം കുറച്ചും കൂടി ചെറിയ രീതിയിൽ ആവശ്യമുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുപ്പിയാണ്. ഞാനിവിടെ ഖത്തറിലെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത്. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. പക്ഷെ ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ, ഒരു ബാഡ് സ്മെൽ ഉണ്ടായിരുന്നു, ഒരു കെമിക്കലിന്റെ പോലത്തെ. അത് കുറച്ച് നാള് വെള്ളം നിറച്ച് കളഞ്ഞ് അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ തണുപ്പുമാണ്. അതേപോലെ തന്നെ പിന്നെ ഇത് നമ്മുടെ സിങ്കിന്റെ ഏരിയ ആണ്. ഇവിടെ ഒത്തിരി വിശാലമായിട്ടുള്ള സിങ്കാണ് സാധാരണ വീടുകളിൽ കാണുന്നതിനേക്കാളും. 2 ഡ്രൈ ആക്കാനുള്ള സാധനം, അതേപോലെ 2 സിങ്കൊക്കെ വെച്ചിട്ട് കുറച്ച് വിശാലമായിട്ടുള്ള ഒരു സിങ്കിന്റെ ഇത് തന്നെ ഉണ്ട്. അപ്പൊ അതിന്റെ പൊക്കത്തായിട്ട് ഞാനിവിടെ ഈ ഡ്രൈ ആക്കുന്നതിന്റെ ഇതിന്റെ പൊക്കത്തായിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്.
ഒരു ബേസിക് പ്ലാസ്റ്റിക്കിന്റെ സ്റ്റാൻഡാണ്. സ്റ്റീലിന്റെ കിട്ടും ഇതേപോലത്തെ തന്നെ, പക്ഷെ ഞാൻ പ്ലാസ്റ്റിക് ആണ് മേടിച്ചത്. കാരണം സ്റ്റീലിന്റെ ആകുമ്പോൾ വെള്ളമൊക്കെ എപ്പോഴും വീണ് കഴിയുമ്പോൾ അതൊരു തുരുമ്പുന്ന പോലത്തെ ഒരു എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഞാനൊരു പ്ലാസ്റ്റിക്കിനെയാണ് മേടിച്ചത്. ഇത് ഒരു 3 വർഷമായിട്ടുണ്ടാവും ഇപ്പൊ ഞങ്ങളുടെ ഒപ്പം ഈ സ്റ്റാൻഡ് ഉണ്ടായിട്ട്. ഞാൻ ഖത്തറിൽ വന്ന സമയത്ത് മേടിച്ചതാണ് കേട്ടോ ഇത്. അപ്പൊ ഒരു 3 വർഷത്തിന്റെ അടുത്തായിട്ടുണ്ട്. ഇതില് നമ്മള് പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ വെക്കും. അതിനുശേഷം ഇത് ഉണങ്ങി കഴിയുമ്പോൾ എടുത്തിട്ട് അതാത് സ്ഥലങ്ങളിലോട്ട് മാറ്റും. അപ്പൊ കുറച്ച് പാത്രങ്ങൾ ഇതിൽ തന്നെ ഉണ്ടാവും നിത്യം ഉപയോഗിക്കുന്നത്. അല്ലാത്തത് ഇങ്ങനത്തെ സ്പൂൺ കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ഡ്രോയിലോട്ട് എടുത്ത് വെക്കാറാണ് പതിവ്. അതിന്റെ ഇപ്പുറത്തായിട്ട് തന്നെ ഒരു കബോർഡ് ഉണ്ട്. പക്ഷെ ഈ കബോർഡിന്റെ ഇവിടുത്തെ ഇതിന് ഡോർ ഇല്ല. ഇത് നമുക്ക് കിട്ടിയപ്പോ തന്നെ ഇങ്ങനെ ആയിരുന്നു. അപ്പൊ ഇതിവിടെ ഞാൻ വെച്ചേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ പറ്റുന്ന എണ്ണ, അതേപോലെ തന്നെ ആപ്പിൾ സൈഡ് വിനീഗർ, ഹണി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇപ്പുറത്തോട്ടുള്ള കബോർഡിൽ വരുമ്പോ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഫുള്ള് ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. ഇത് നമ്മുടെ പപ്പടം, ശർക്കര, അതേപോലത്തെ കുറച്ച് ഇങ്ങനെ പൊട്ടിക്കാത്ത പാക്കറ്റുകള്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുപ്പിയിൽ നിറച്ചിട്ട് ബാക്കി വരുമല്ലോ കുറച്ച് സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാനിവിടെ ഈ ടിന്നിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 2 മാഗിയുടെ കവർ ഞാനിവിടെ ഒരു കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സ്നാക്ക് ബോക്സ് ആണ്. അന്തുവിന്റെയും ഞങ്ങളുടെയൊക്കെ സ്നാക്സ് ഈ ബോക്സിലാണ് ഇട്ട് വെക്കുന്നത്. ചപ്പാത്തി പലക, അങ്ങനത്തെ സാധനങ്ങള്. പിന്നെ ഈ കാണുന്നൊക്കെ ചുമ്മാ കാലിപ്പാത്രമാണ്. ഞാൻ ഫ്രിഡ്ജിലും ഇതിലൊക്കെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാലിപ്പാത്രങ്ങള്, കാസ്ട്രോള്. ഇത് തേനയുണ്ടോ, നമ്മള് ക്രിസ്മസിന് പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലുലുന്ന് മേടിച്ച തേനയാണ്. അപ്പൊ അതിന്റെ കുറച്ച് ബാക്കി ഇതിലൂടെ വെച്ചേക്കണം. അത്രേ ഉള്ളൂ ഈ കബോർഡിന്റെ ഉള്ളില്. അപ്പൊ അതിന്റെ തൊട്ടിപ്പോ തന്നെ ഗ്യാസ് സ്റ്റവിനോട് ചേർന്നിട്ടുള്ള ഒരു കബോർഡാണിത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ എന്റെ ഫുഡിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ള വെച്ചുള്ള ഒരു പാൻട്രി ഏരിയ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ പയറുകടല പരിപ്പ്, പിന്നെ നമ്മുടെ റവ, ഗോതമ്പൊടി, എല്ലാ സാധനങ്ങളും ഈ ഒരു കബോർഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളില് മസാലപ്പൊടികള്, എണ്ണ, വെളിച്ചെണ്ണ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മള് കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ കുക്കിങ്ങിൽ നിൽക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് സുഖമാണ്. അപ്പൊ നമ്മുടെ ഈ കബോർഡിന്റെ ഉള്ളിൽ നമ്മുടെ പാൻട്രി സാധനങ്ങളൊക്കെയാണ്. മെയിൻ ആയിട്ട് ഞാൻ ഇവിടെ ഈ സാധനം സ്റ്റോർ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ടാണ് ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് എടുക്കാനും എണ്ണ എടുത്ത് ഒഴിക്കാനും എല്ലാത്തിനും സുഖം ഇവിടെ വെക്കുന്നത്. നമ്മുടെ തൊട്ട് കൈയുടെ ഒപ്പം തന്നെ കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കബോർഡ് അടയ്ക്കാം. പിന്നെ ഈ കബോർഡിലെ മെയിൻ ആയിട്ട് കാണിച്ചു തരേണ്ട ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനത്തെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ രണ്ടിനെ മേടിച്ചുള്ളൂ, 2-3 കൂടി മേടിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനത്തെ കുഞ്ഞി മസാലകളുടെ ജീരകം, അതേപോലെ തന്നെ കുരുമുളക്, അങ്ങനത്തെ സാധനങ്ങൾ ഇട്ട് വെച്ചിട്ട് ചെറിയൊരു ബോക്സ്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ വെക്കുകയും ചെയ്യാം. ഈ കുഞ്ഞി കുപ്പികളൊക്കെ ഇതിൻ്റെ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. നമുക്ക് ഇതിങ്ങനെ വലിച്ചെടുത്തിട്ട് ആവശ്യത്തിന് സാധനങ്ങൾ എടുക്കുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ സ്റ്റോറേജ് സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ സ്റ്റോർ ചെയ്യാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കബോർഡിന്റെ തൊട്ട് താഴെയുള്ള കൗണ്ടർ ടോപ്പാണിത്. ഇവിടെ ഞാൻ ഗ്യാസ് സ്റ്റവ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് ബേസിക് ആയിട്ട് അത്യാവശ്യം വരുന്ന ഉപ്പ്, പഞ്ചസാര. ഇത് ഞാൻ ഫ്രൈയിങ് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അയൺ കടായാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയുണ്ട്. അപ്പൊ അതോടെ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നൈഫ് ഒക്കെ ഇട്ടുന്ന സ്റ്റാൻഡ്. ഈ സ്റ്റൗവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു സാൻഫോർഡിന്റെ ഒരു സ്റ്റൗ ആണ്. ബേസിക് മോഡല് 3 ബർണർ. ഞാനിപ്പോ മേടിച്ചിട്ട് ഏകദേശം ഒരു 4 ഇയേഴ്സിന്റെ അടുത്ത് ആവുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ്. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല. അപ്പൊ നല്ലൊരു ഗ്യാസ് സ്റ്റവ് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. തൊട്ട് താഴെയുള്ള കബോർഡിനുള്ളിൽ ഞാൻ ഡെയിലി കുക്കിങ്ങിന് വേണ്ടിയിട്ട് എപ്പോഴും എടുക്കുന്ന പാത്രങ്ങള്, അങ്ങനത്തെ എല്ലാ പാത്രങ്ങളും വലുതും ചെറുതും എല്ലാം ഞാൻ അതിന് ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഡ്രൈ ഏരിയയിൽ വെച്ച് ഡ്രൈ ആയതിനു ശേഷം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് സ്റ്റോർ ചെയ്യാറുണ്ട് പതിവ്. അതിന്റെ തൊട്ട് താഴെയുള്ള കബോർഡിന്റെ ഉള്ളില് ഇവിടെ ഒരു ട്രേ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ നമ്മുടെ വാഷ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ലിക്വിഡ്, അതേപോലെ തന്നെ എക്സ്ട്രാ ഇരിക്കുന്ന ഹാർപ്പിക്, ഷാംപൂ, പിന്നെ 2 പാറ്റകള്, ഗുളിക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അരി, ഓയില്, എക്സ്ട്രാ വരുന്ന ഓയില്, അരി, അങ്ങനത്തെ സാധനങ്ങള്. പിന്നെ ഈ ഒരു ഡെപ്പ എന്ന് പറയുന്നത്
പാത്രം മേടിച്ചിട്ട് ഒരു കിച്ചൺ സെറ്റ് മേടിച്ചായിരുന്നു. അതിൻ്റെ ഉള്ളിൽ 2 പാത്രങ്ങൾ എക്സ്ട്രാ ഞാൻ ഉപയോഗിക്കാത്തതുണ്ട്. അപ്പൊ അതിന്റെ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് അതവിടെ വെച്ചിട്ടുണ്ട് ഒരു മൂലയ്ക്ക്. പിന്നെ 2-3 സ്റ്റാൻഡ് ഉണ്ട്, നമ്മൾ ഹാങ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന 2-3 സ്റ്റാൻഡ് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും സാധനങ്ങളായിട്ട് ഈ കബോർഡിലുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ വേറൊരു കൗണ്ടർ ടോപ്പ്. നമ്മൾ സിങ്കിന്റെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആകെ ഇത്ര സ്പേസ് ഉള്ളൂ കൗണ്ടർ ടോപ്പിന്. അപ്പൊ ഇവിടെ മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. ഇപ്പൊ തന്നെ ഗ്യാസ് ഉണ്ടല്ലോ, അപ്പൊ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാനും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചാണ് ചെയ്യുന്നത്. അതിന്റെ തൊട്ട് താഴെ 2-3 കളികളുണ്ട്. അതിൻ്റെ ഉള്ളില് ഫസ്റ്റ് കളിയിൽ ഞാൻ വെച്ചേക്കുന്നത് നമ്മൾ സ്പൂൺ, മെഷറിംഗ് കപ്പ്, ബീറ്റർ അങ്ങനെയുള്ള സാധനങ്ങൾ, അരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു കൗണ്ടറിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു കൗണ്ടറിന്റെ ഉള്ളിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളില് ഉള്ളി, സവാള, വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതേപോലെ ട്രേയിലിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരു ട്രേ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളില് നമ്മുടെ ഒരു കിച്ചൺ ടവൽ വെച്ചിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യാത്തതാണ് കേട്ടോ. യൂസ് ചെയ്തത് ഞാനിങ്ങനെ കബോർഡിൻ്റെ ഉള്ളിൽ വെക്കാറില്ല. പിന്നെ കുക്കറിന്റെ വാഷ്, അലൂമിനിയം ഫോയില്, ക്ലീൻ ഫില്ല്, പിന്നെ നമ്മൾ കുറച്ച് കിച്ചണിൽ ആവശ്യം വരുന്ന സാധനങ്ങൾ. ഇത് പഴയ 2 സോപ്പ് പൊടിയാണ്, ഇപ്പൊ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കഴുകി വെച്ചിട്ടുണ്ട്. ഏറ്റവും താഴത്തെ ഡ്രോയിനുള്ളിൽ നമ്മൾ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്ക്രബ്, അതേപോലെ തന്നെ ഇത് ഞാൻ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് മേടിച്ച ഒരു സ്ക്രബാണ്. അത് യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. റബ്ബർ ബാൻഡ്, കുട്ടിയുടെ ഷാമ്പു, ക്ലിപ്പ്, അങ്ങനത്തെ എക്സ്ട്രാ വരുന്ന പേപ്പർ കപ്പ്. ഇത് വേസ്റ്റ് ഒക്കെ കളയാനായിട്ട് യൂസ് ചെയ്യണ കവറാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ മേടിക്കാൻ കിട്ടും. അപ്പൊ അതൊരു സെറ്റ് മേടിച്ചതിന്റെ ബാക്കി ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനത്തെ എക്സ്ട്രാ സാധനങ്ങൾ, കോൾഗേറ്റ്, സോപ്പ്, ടിഷ്യൂ അങ്ങനെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സിങ്കിന്റെ തൊട്ട് താഴെയുള്ള ഒരു കബോർഡാണിത്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ബേസിക് ആയിട്ട് ഞാൻ അങ്ങനെ അധികം ഒന്നും വെക്കണില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ സിങ്കിന്റെ ഓസ് എന്തെങ്കിലുമൊക്കെ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ സാധനങ്ങളൊക്കെ മോശമാവും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫിൽറ്ററിന്റെ ക്യാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് ഇതിൻ്റെ ഉള്ളൊന്നും വെക്കാറില്ല. ഇത് നമ്മൾ പെയിന്റ് അടിച്ചായിരുന്നു നമ്മുടെ പുൽക്കൂടിനും അങ്ങനെയൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മേടിച്ച പെയിന്റിന്റെ ബാക്കി സാധനങ്ങളും, പിന്നെ ഒരു എലിനെ പിടിക്കണ ഒരു എലിക്കണിയുണ്ട്. ഇപ്പൊ ഇവിടെ അങ്ങനെ എലിശല്യം ഇല്ല, പഴയ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ യൂസ് ചെയ്ത സാധനമാണത്. അതും പിന്നെ നമ്മുടെ ചിരവ് പറഞ്ഞ ഒഴിക്കുന്നുണ്ട്. ആ ചിരവ് എൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന കബോർഡാണ്. അപ്പൊ ഈ കബോർഡിന്റെ ഉള്ളില് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു കുക്കർ ഉണ്ട്. ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുക്കറാണ് കേട്ടോ. അപ്പൊ വലിയ വലിയ പാത്രങ്ങളാണ് മെയിനായിട്ട് ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ പത്തിരി പ്രസ്. ഇതൊരു മൺചട്ടി മേടിച്ചതാണ് കേട്ടോ. അപ്പൊ അത് മൈക്ക് ഇട്ടിട്ടുള്ളതാണ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് എനിക്ക് ഒരു കുക്കിംഗ് കോമ്പറ്റീഷനിൽ പ്രൈസ് കിട്ടിയ ഒരു പോട്ടാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മണ്ണിന്റെ ചട്ടി, കുക്കർ, ഉള്ളി, പിന്നെ കുറച്ച് ഷൂട്ടിങ് വേണ്ടിയിട്ടുള്ള ചട്ടികൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ ഒരു കബോർഡിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്യാസ് സ്റ്റവിന്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് നമ്മൾ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ തൊട്ടിപ്പുറത്ത് ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അവിടെ ഞാൻ ഗ്യാസ് സ്റ്റവിന്റെ ഗ്യാസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ലോണ്ടറി ബാസ്ക്കറ്റ് ആണ്. ഈ ഒരു ചെറിയ ബാസ്ക്കറ്റാണ് വെച്ചിരുന്നത്. വലിയ ബാസ്ക്കറ്റ് വെക്കാത്തതിന്റെ മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബാസ്ക്കറ്റ് വെച്ചിട്ട് അത് ഉപയോഗിക്കാനുള്ള ആൾക്കാരും ഇല്ല. അല്ലെങ്കിൽ ഞാനും 3 മഞ്ഞളും മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് ഈ 3 പേരുടെ ക്ലോത്ത് ഇതിന്റെ ഉള്ളിൽ നിറയുമ്പോ അലക്കും. അപ്പൊ ചിലപ്പോ ഒന്നരടൊക്കെ അലക്കേണ്ടി വരാറുള്ളൂ ഞങ്ങൾ 3 പേരുകൊണ്ട്. അങ്ങനെയാണെങ്കിലും പെട്ടെന്ന് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ ബാസ്ക്കറ്റ് വെച്ചിരുന്നത്. ഇത് നമ്മുടെ സാധാരണ ഒരു വാഷിംഗ് മെഷീൻ. പിന്നെ ഇത് നമ്മുടെ വേസ്റ്റ് ഇടുന്ന ബാസ്ക്കറ്റ്. ഇതും ചെറുതാണ് വെച്ചേക്കുന്നത്. കാരണം വേസ്റ്റ് ഇരുന്നിട്ട് നിറഞ്ഞിട്ട് കളയാൻ വേണ്ടിയിരിക്കും. പിന്നെ വലിയ ബാസ്ക്കറ്റ് ആകുമ്പോൾ അത് അവിടെ ഇരുന്ന സ്മെല്ലും കാര്യങ്ങളൊക്കെ. ഇതാകുമ്പോൾ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വേസ്റ്റുകൾ ഡെയിലി തന്നെ കളയാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ ബാസ്ക്കറ്റ് വെച്ചിരുന്നത്. പിന്നെ ഇതിന്റെ ഓവനാണ്, OTG. ഇവിടെ ഒരു ചെറിയൊരു മൈറ്റ് ഞാനൊരു കുപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്പി ഇവിടെ വന്നിട്ട് അത് മരിച്ചുപോയി. അപ്പൊ ഞാൻ അതിനെ ഈ ഒരു ഇതിലാക്കി ഇങ്ങനെ വെച്ചേക്കണതാണ്. എനിക്കൊരു DIY ചെയ്യാനായിട്ട് ഒരു തുമ്പിയുടെ ഡെഡ് ബോഡിയാണ്. ഇതിനിങ്ങനെ ഇരുന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഒന്ന് ഉണങ്ങി ശരിയാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്.
നമ്മള് കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വൈറ്റ് ബോർഡാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഓവന്റെ പൊക്കത്ത് വെച്ചിരുന്നത്. പിന്നെ ഓവന്റെ ഉള്ളില് ഓവന്റെ കട്ട്ലറീസും സാധനങ്ങളൊക്കെ ഉണ്ട്. ഓവൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ എന്റെ ഫ്രിഡ്ജാണ്, വളരെ ചെറിയൊരു ഫ്രിഡ്ജാണ് കേട്ടോ. ഫ്രിഡ്ജിന്റെ ഞാൻ മെയിൻ റീസൺ ചെറുതായിട്ടുള്ളത് എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നത് ഡംബിലേക്ക്, പിന്നെ ഏറ്റവും അവസാനം കുറെ ഉപയോഗിക്കും, കുറെ ഒന്നും ഉപയോഗിക്കില്ല. അപ്പൊ നമ്മുടെ ഫ്രിഡ്ജ് കുഞ്ഞിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മള് കുഞ്ഞു ഫ്രിഡ്ജാണല്ലോ നോക്കുന്ന സാധനങ്ങൾ മേടിക്കുന്നതിന്റെ ഒരു കൺട്രോൾ നമുക്ക് വരും. അതുകൊണ്ട് അതങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെന്റെ ഫ്രൂട്ട് ബാസ്കറ്റ് ആണ്. ഇവിടെ ഈ മഞ്ഞാലാകുമ്പോൾ ഭയങ്കര പാറ്റകൾ ശരിയാണ്. അപ്പൊ ഈ പാറ്റകൾ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ അറിയാതെ ഈ ഫ്രൂട്ടിലൊക്കെ വന്നിരിക്കും, ബനാന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിരുന്ന ബാസ്കറ്റാണ്. അത് ഈ പഴത്തിലൊക്കെ വന്നിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതൊരു കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഇന്ന് കഴിച്ചിട്ട് ബാക്കിയുള്ള ബ്രെഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ഫ്ലവർ വേസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ക്രോക്ക് അങ്ങനെയൊക്കെ കുറച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് എണ്ണ കാര്യങ്ങൾ, ക്രീം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിന്റെ തൊട്ടിപ്പുറേ വന്നിട്ട് എന്റെ വർക്കിംഗ് ടേബിൾ ആണിത്. നമ്മുടെ വീഡിയോന്റെ കാര്യങ്ങൾ, അതേപോലെ തന്നെയുള്ള ബാക്കി ലാപ്ടോപ്പിൽ ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഈ ടേബിളിൽ ഇവിടെ ഇരുന്നിട്ടാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു ബാസ്കറ്റില് ഞാൻ നമ്മുടെ ചാർജർ, ഹാർഡ് ഡിസ്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഒരു ബാസ്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. എന്റെ ക്യാമറ ബാഗിന്റെ ഉള്ളിലെ ക്യാമറകൾ ഇരിപ്പുണ്ട്. പിന്നെ ഇത് ചുമ്മാ ഒരു ലൈറ്റ് ആണ് കേട്ടോ, ബൗള്, ഒരു ബോൾഡ് രീതിയിലുള്ള ലൈറ്റ്, അത് ഇതിനിടക്ക് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. മെമ്മറി കാർഡ്, പെൻ ഡ്രൈവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യം വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനും കൊണ്ടുപോകാനൊക്കെ സുഖത്തിന് എടുക്കാനും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ ഡയറീസും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഈ വീഡിയോന്റെ കാര്യങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതി വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡയറി കാര്യങ്ങൾ. പിന്നെ ഇതൊരു ടാബ്, ഇപ്പൊ യൂസ് ചെയ്യണില്ല, ഒരു വർഷം യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ യൂസ് ചെയ്യാതെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്റെ ഡെല്ലിന്റെ ലാപ്ടോപ്പ്, അതിന്റെ ചാർജർ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ടേബിളിന്റെ താഴെയായിട്ട് ഇവിടെ ഒരു ബക്കറ്റ് ഉണ്ട്. ഈ ബക്കറ്റിന്റെ ഉള്ളില് നമ്മള് ചോറൊക്കെ ഉണ്ടാക്കുന്ന അരി ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. നമ്മളിപ്പോ കുറച്ച് കൂടുതലായിട്ടാണ് മേടിക്കാറ്. അപ്പൊ ഒരു 3-4 മാസം കൂടുതൽ മേടിച്ചാൽ മതി. എപ്പോഴെപ്പോഴും കടയിൽ മേടിക്കുന്നത് ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് കുറച്ച് കൂടുതൽ മേടിക്കുന്നു. അപ്പൊ അങ്ങനെ മേടിച്ചാൽ അരി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരു വേസ്റ്റ് ബോർഡ് എടുക്കുന്നുണ്ട്. ആ ടേബിളിന്റെ ഇപ്പൊ തന്നെ വന്നിട്ട് നമ്മുടെ ഡോറാണ്. അപ്പൊ ഡോറിന്റെ ബാക്കിലായിട്ട് ഞാനിവിടെ കിച്ചണില് നിൽക്കുമ്പോൾ പാത്രമൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യാറ് എന്റെ ഏറ്റവും ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ മോഡലാണ് കേട്ടോ. നമുക്ക് തുണിയുടെ മോഡലാകുമ്പോൾ ബാക്കിൽ നമ്മൾ ഉത്തിരോട്ടും വെള്ളമാവും. അപ്പൊ ഇത് അതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ മോഡൽ ഏറ്റവും ഇവിടെ തൂക്കിയിട്ടുണ്ട്. പിന്നെ ഹോള്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കിച്ചൺ ടൂർ എന്ന് പറയുകയാണെങ്കിൽ. വളരെ സിമ്പിൾ ആൻഡ് ബേസിക് ആയിട്ടുള്ള ഒരു കിച്ചണാണ് എന്റെ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ക്ലീൻ ആക്കി വെക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും കിച്ചൺ എന്ന് പറയുന്നത് നമ്മൾ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യണതുകൊണ്ട് ഏറ്റവും കൂടുതൽ പണി എപ്പോഴും കിച്ചണിൽ തന്നെ കിട്ടാറ്. കാരണം ക്ലീനിങ് കുറെ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. ഞാനപ്പോൾ അതൊക്കെ തിരുത്തിയിട്ട് അടുത്ത വീഡിയോയിൽ അതൊക്കെ ശരിയാക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് ഇതേപോലത്തെ അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതേവരെ സ്റ്റേ ഹെൽത്തി, ബൈ.